ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, ഇങ്ങനെ രണ്ട് മലയാളം നമുക്ക് പഠിക്കാനുണ്ടാവും. കേരള പാഠാവലി എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ലാംഗ്വേജ് ആണ് അല്ലെ. ഏതൊക്കെയാണ് ഫസ്റ്റ് ലാംഗ്വേജിൽ ഉൾപ്പെടുന്നത്? മലയാളം ഉണ്ട്, അറബി, ഉറുദു, സാൻസ്ക്രിറ്റ് ഒക്കെ വരുന്നത് ഏതാണ്? ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണ്? മലയാള സെക്കൻഡ് ആണ് അല്ലെ, അടിസ്ഥാന പാഠാവലി. അപ്പോൾ മലയാള സെക്കൻഡ് ആണ് നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ആളുകൾക്കും പഠിക്കാനുള്ളത്. മലയാളം ഫസ്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന എന്താണ്? മലയാളം സെക്കൻഡിലെ ആദ്യത്തെ യൂണിറ്റ് ആണ്. അതിലെ പ്രവേശകമാണ്, എന്തൊക്കെയാണ് നമുക്ക് ആദ്യത്തെ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളതെന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നമ്മൾ ഈ ഒരു പുതിയ വർഷം അല്ലെ, പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ 7ാം ക്ലാസ് വരെ പഠിച്ചതുപോലെയാണോ മലയാളം പഠിക്കേണ്ടത്, പരീക്ഷ എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞ ടീച്ചർ ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടെ ഒന്ന് കാണണം. ഓക്കെ. അപ്പോൾ നമ്മൾ പുതിയ അല്ലെ സ്കൂളിലേക്കൊക്കെ പോയ ആളുകൾ ഉണ്ടാവും അല്ലെ, നേരത്തെ ഉള്ള സ്കൂളിൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ 8ാം ക്ലാസ് ഉള്ളത്, അങ്ങനെയുള്ള ആളുകളുണ്ടാവും, പുതിയ ഫ്രണ്ട്സിന് കിട്ടിയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ കുറേ മാറ്റങ്ങളുള്ള ഒരു വർഷമാണ് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു പുതിയ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങളെ പുതിയ സ്കൂളും പുതിയ പാഠങ്ങളും ക്ലാസ്സും ഒക്കെ? അടിപൊളിയാണോ? കമന്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണേ. ഓക്കെ. അപ്പോൾ മലയാളമൊക്കെ എടുത്ത് തുടങ്ങിയോ സ്കൂളിൽ? മലയാളം സെക്കൻഡ് ഒക്കെ തുടങ്ങിയോ നിങ്ങൾക്ക്? അപ്പോൾ നമുക്ക് നോക്കാം അല്ലെ, എന്തൊക്കെയാണ് മലയാള സെക്കൻഡിൽ നമുക്ക് ഈ ഒരു വർഷം പുതിയ യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കനിവും കരുതലും എന്നാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിന്റെ പേര്. നമുക്ക് മൊത്തം ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമുക്ക് മൊത്തത്തിൽ 3 യൂണിറ്റ് ആണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത്. ഈ 3 യൂണിറ്റിലും കൂടെ ഇത്രയും പാഠഭാഗങ്ങളുണ്ട് നമുക്ക്. ടീച്ചർ വേഗം അതൊന്ന് പരിചയപ്പെടുത്തി തരാം. കനിവും കരുതലും എന്നാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിന്റെ പേര്. അതിൽ കുരുവിയും കാട്ടുതീയും എന്നാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. കൊച്ചുദേവദാരു, അതേപോലെ പെരുമഴയത്ത്, ഇങ്ങനെ 3 പാഠഭാഗങ്ങളാണ് ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ സൈലത്തിന്റെ യോധ ബാച്ചിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ള മക്കളാണ് നിങ്ങളെങ്കിൽ എന്താണ്, നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ ഒക്കെ എന്ത് ചെയ്തു, ആദ്യത്തെ യൂണിറ്റ് ഒക്കെ ഏകദേശം നമുക്ക് തീരാനായി അല്ലേ. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ തന്നെ വെക്കേഷൻ ക്ലാസ്സിലൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ പുതിയ അല്ലെ ബാച്ചിലേക്ക് വേഗം ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് നേരത്തെ എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് തുടങ്ങണം. ഓക്കെ. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അതിൽ പ്രത്യാശയുടെ കിരണങ്ങൾ, ഒപ്പം പിടിക്കുന്നത്, സ്നേഹപൂർവ്വം അമ്മ, ഇത്രയും പാഠഭാഗങ്ങളാണുള്ളത്. ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ എന്നാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ പേര്. ഇതിൽ അമ്മമ്മ, തോട്ടക്കാരി, ഭഗീരഥ പ്രയത്നം, ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ എന്ന് കരുതുന്നുണ്ടോ? ഇത്രയും മാത്രമല്ല, ഈ 3 യൂണിറ്റുകളുടെയും പ്രവേശകം അല്ലെ, പ്രവേശകമായി ചിലപ്പോൾ ചിത്രമായിരിക്കാം തരുന്നത്, കവിതയായിരിക്കാം, കഥയായിരിക്കാം, എന്താണോ ആ പ്രവേശകം കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൂടാതെ കുറെ അനുബന്ധ പാഠങ്ങൾ കൂടെ എന്താണ് നമ്മുടെ ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടെക്സ്റ്റ് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അല്ലെ. പാഠഭാഗത്തിന്റെ പേരുകളിലൊന്നും അല്ലെ, ഉള്ളടക്കത്തിലൊന്നും ചിലപ്പോൾ നമ്മൾ കാണില്ല. പക്ഷേ അല്ലെ, പേജുകൾ മറിക്കുമ്പോൾ ഓരോ പാഠഭാഗവും കഴിയുമ്പോൾ അല്ലെ, അതിനോടനുബന്ധിച്ച് ഒരു പാഠഭാഗം കൂടെ നമുക്ക് കാണാം. അതും നമുക്ക് ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് കേട്ടോ. അപ്പൊ നിസ്സാരാണെന്ന് കരുതരുത്. ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. മാത്രമല്ല, ഓരോ പാഠഭാഗങ്ങൾ തുടങ്ങുമ്പോഴും ഓരോ അനുബന്ധ വാക്യങ്ങൾ തന്നിട്ടുണ്ടാവും അല്ലെ, 1, 2, 3 സെന്റൻസിലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതും എന്താണ്, ചോദ്യരൂപങ്ങളാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ വരും. അപ്പോൾ എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. പാഠഭാഗങ്ങൾ മാത്രമല്ല ഈ വർഷം പഠിക്കേണ്ടത് എന്നാണ് ടീച്ചർ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആണ് അല്ലെ. അപ്പൊ ഓൾറെഡി ടീച്ചർ പറഞ്ഞില്ലേ ഏതാണ് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത്? കനിവും കരുതലും എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. എന്താണ്? കനിവും കരുതലും. അപ്പോൾ നമുക്ക് ഒരു പ്രവേശകം, നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ 7ാം ക്ലാസ്സിൽ ഒരു യൂണിറ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ യൂണിറ്റിൽ 3 പാഠങ്ങളായിരിക്കും ഉണ്ടാവും അല്ലെ. എന്നിട്ട് ആ യൂണിറ്റിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചായിരിക്കും ആ യൂണിറ്റിൽ പറയാം അല്ലെ. ചിലപ്പോൾ എന്തിനെ കുറിച്ചായിരിക്കാം, ഇപ്പോൾ നമ്മുടെ പ്രകൃതിയെ കുറിച്ചായിരിക്കാം അല്ലെ, ചിലപ്പോൾ മലയാള ഭാഷയെ കുറിച്ചായിരിക്കും, ഇങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഷയത്തെ കുറിച്ചായിരിക്കും യൂണിറ്റിൽ പറയാം. അതുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കും നമുക്ക് അല്ലെ, എസ്ഐ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരിക അല്ലെ. അപ്പൊ നമ്മുടെ ഈ യൂണിറ്റ് പ്രധാനമായിട്ടും പരിസ്ഥിതി അല്ലെ, പരിസ്ഥിതിയാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. വെറും പരിസ്ഥിതിയല്ല, പരിസ്ഥിതിക്ക് പുതിയ കാലത്ത് ഏൽക്കുന്ന പലതരത്തിലുള്ള എന്താ പറയാ, പലതരത്തിൽ നമ്മൾ പ്രകൃതി എന്ത് ചെയ്യുന്നു, ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. മനുഷ്യന്റെ വിചാരം മനുഷ്യൻ
മാത്രം ജീവിച്ചാൽ മതി അല്ലേ, ഈ പ്രകൃതിയിലുള്ളതെല്ലാം മനുഷ്യനുള്ളതാണ്, വേറെ ആർക്കും ഇതിന് അവകാശമില്ല, ഇതെല്ലാം മനുഷ്യനാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ പ്രകൃതി ഒന്നടങ്കം ചൂഷണം ചെയ്ത് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട കാലത്ത് കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. അങ്ങ് ഓസോൺ പാളിക്ക് വരെ വിള്ളൽ ഉണ്ടാക്കിയിട്ടുള്ള കാലമാണ്. നമ്മളുടെ ജലാശയങ്ങളാവട്ടെ, നമ്മളെ കുന്നും മലയും പുഴയും കാടും മേടും ഒക്കെ എന്ത് ചെയ്തിരിക്കുകയാണ് പുതിയ കാലത്ത് അല്ലെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അല്ലെ പ്രശ്നത്തെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപന്യാസം ഉണ്ടാവാം, അതേപോലെ മുഖപ്രസംഗം ഉണ്ടാവാം, ഇല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരുപാട് പത്രവാർത്ത അല്ലെ, പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും അല്ലെ. അപ്പൊ ഇതൊക്കെ മുഖപ്രസംഗം അല്ലെ, ഇതൊക്കെ എന്താണ് 7 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇതിലൊക്കെ എന്തൊരു വിഷയമായിരിക്കും? പ്രകൃതി എന്ന് പറയുന്നത് അല്ലെ, പ്രകൃതി ഇല്ലായ്മ ചെയ്യുന്ന പ്രകൃതി ചൂഷണം ഒക്കെ എന്താണ് ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 7 മാർക്ക് ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഡീറ്റെയിലായിട്ട് തന്നെ മക്കൾ ഇത് കേട്ട് പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ നോക്കൂ, കനിവും കരുതലും എന്നാണ് നമ്മളുടെ യൂണിറ്റിന്റെ പേര്. ഇതിൽ 3 പാഠഭാഗങ്ങളാണ് ഉള്ളതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ. അതിൽ കുരുവിയും കാട്ടുതീയും കൊച്ചുദേവദാരും പെരുമഴയത്ത് അല്ലെ. ഇത് പ്രകൃതിയാണ് പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത്. നമുക്കറിയാം പുതിയ കാലത്ത് അല്ലെ നമ്മൾ എന്താണ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ വാദോരാതെ പറയാറുണ്ട്. ഇപ്പൊ ടീച്ചറാണെങ്കിൽ പോലും ഇപ്പൊ പറയാണ് നിങ്ങളുടെ അടുത്ത്, പ്രകൃതി സംരക്ഷിക്കണം, പ്രകൃതി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നമ്മളൊന്നും ചെയ്യരുത്, പ്രകൃതിയെ ദ്രോഹിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ എത്രത്തോളാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ് അല്ലെ. കാരണം എന്താണ് നമ്മൾ മരങ്ങളൊക്കെ അല്ലെ വെട്ടി നശിപ്പിക്കുന്നുണ്ട് വീട് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ റോഡിന്റെ വികസനങ്ങൾക്ക് വേണ്ടി, പലതരത്തിലുള്ള വികസനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകൃതി ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വിചാരിച്ച് വികസനമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല, വികസനങ്ങളൊക്കെ വേണം അല്ലെ. പക്ഷെ പ്രകൃതിയെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മളുടെ വികസനങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതാണ്. അല്ലാണ്ട് പ്രകൃതി അപ്പാടെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞ് മനുഷ്യന് മാത്രം ജീവിക്കണം എന്നുള്ള രീതിയിലുള്ള വികസനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിന് നിലനിൽപ്പുണ്ടാവോ? പ്രകൃതി ഇല്ലെങ്കിൽ, ഈ ചുറ്റുപാടുള്ള ജീവജാലങ്ങളില്ലെങ്കിൽ മനുഷ്യന് മാത്രം നിലനിൽക്കാൻ പറ്റുമോ? അത് മനുഷ്യന്റെ തെറ്റായ ധാരണയാണ്, മനുഷ്യന് മാത്രം മതി എന്നുള്ളത് അല്ലെ. എന്നാൽ അങ്ങനെയല്ല, ഈ ചുറ്റുപാടും പ്രകൃതി ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊന്നും ഒരു കാലത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് റിയാലിറ്റി അല്ലെ. അപ്പൊ നോക്കൂ, നമ്മള് പ്രകൃതിയും മനുഷ്യനും ഒക്കെ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന അല്ലെ, പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന ആ രീതിയിലുള്ള ജീവിത ശൈലികൾ ഉണ്ടായിരുന്ന നമ്മുടെ വീടാണെങ്കിലും അല്ലെ, നമ്മുടെ ജീവിത ശൈലികളാണെങ്കിലും ഒക്കെ എന്താണ് പ്രകൃതിയുമായി പരിസ്ഥിതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ജീവിതശൈലി നമുക്കുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ, കുറേ വർഷങ്ങൾക്ക് മുൻപ് പഴയ കാലഘട്ടത്തിൽ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സംസ്കാരത്തിൽ നിന്നാണ് നമ്മൾ പുതിയ കാലത്ത് അല്ലെ മനുഷ്യന് മാത്രം നിലനിൽക്കണം എന്നുള്ള സങ്കല്പത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, മനുഷ്യൻ അല്ലെ അത്രയും സ്വാർത്ഥത നിറഞ്ഞിരിക്കുന്ന സങ്കല്പത്തിലേക്ക് മനുഷ്യൻ എത്തുന്നത് അല്ലെ. അപ്പോൾ സ്വാർത്ഥത കൊണ്ട് തന്നിലേക്ക് മാത്രം ഒതുങ്ങിയ മനുഷ്യൻ പ്രകൃതി എന്ത് ചെയ്യാൻ തുടങ്ങാണ്? ചൂഷണം ചെയ്യാൻ ആരംഭിക്കുകയാണ്. ആ ചൂഷണത്തിന്റെ ഫലമായിട്ട് അനവധി അല്ലെ എന്താ പറയുക കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് സംഭവിക്കുകയാണ്, പ്രകൃതിയിൽ സംഭവിക്കുകയാണ് അല്ലെ. നമ്മുടെ മരങ്ങളൊക്കെ ഭീകരമായ രീതിയിൽ എന്ത് ചെയ്യുന്നു? വെട്ടി നശിപ്പിക്കപ്പെടുന്നു അല്ലെ. മണലുവാരിയും ക്വാറി പ്രവർത്തനങ്ങളിലൂടെ എന്താണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിക്കപ്പെടുന്നു. അതേപോലെ നോക്കൂ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിച്ച് നമ്മുടെ ജലാശയങ്ങളൊക്കെ അല്ലെ. ഇപ്പൊ മരം വെട്ടുക എന്ന് പറയുന്നത് വളരെ ഭീകരമായ പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ എത്രയോ അല്ലെ ജീവജാലങ്ങൾ, പക്ഷികളൊക്കെ എന്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്? വലിയ മരങ്ങൾ അല്ലെ, എത്രയോ വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെ നമ്മൾ ഇപ്പോ വെട്ടി നശിപ്പിച്ചിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ പ്രകൃതിയിൽ എന്താണ് പല രീതിയിൽ അല്ലെ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ മരങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മളുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അല്ലെ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ എന്താണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ പറയാ, നമ്മൾ ഉരുളുപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങളൊക്കെ അല്ലെ വയനാട്ടിലൊക്കെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഭീകരമായ ദുരന്തം വിധിച്ച് നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പോൾ വലിയ കല്ലുകളും പാറക്കെട്ടുകളും മണ്ണിനെയും ഒക്കെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ എന്തിനു സാധിക്കും? വലിയ മരങ്ങളുടെ ശക്തമായ വേരുകൾക്ക്. നമ്മൾ ഈ പുറത്ത് കാണുന്ന മരങ്ങൾ മാത്രമല്ല അല്ലെ, അതിന് അത്രയും ആഴത്തിൽ ശക്തമായ വേരുകളുണ്ട്. ആ വേരുകൾ കൊണ്ട് ഈ പാറക്കെട്ടും മണ്ണുകളൊക്കെ തടഞ്ഞു നിർത്തുന്നത് മരങ്ങളാണ്. അപ്പൊ അതൊക്കെ വേരോടെ വെട്ടി നശിപ്പിക്കപ്പെടുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നു? അവിടെ വെള്ളം താഴേക്ക് വീഴുകയാണ് അല്ലെ. എന്തൊക്കെ നാശമാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ പ്രകൃതിയെ നമ്മൾ നിലനിർത്തേണ്ടത് നമ്മുടെ ജീവനെ അല്ലെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത കൂടെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അതേപോലെ നദികളും കായലുകളും ഒക്കെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പുതിയ കാലഘട്ടത്തിൽ. നമ്മൾ കാണാറുണ്ട് ഒരുപാട് ജലാശയങ്ങൾ
ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉള്ള അല്ലേ നമുക്ക് ഈ ടൗണിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും ഇവിടെ പ്രധാനപ്പെട്ട ഒരുപാട് എന്താ പറയുക ജലാശയങ്ങളും അല്ലെ തോടുകളും കനാലുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ അത്രയധികം അല്ലേ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല ഹോസ്പിറ്റലിൻ്റെ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു അതിലേക്ക് പുറന്തള്ളപ്പെടുന്നു അല്ലേ, ഹോട്ടൽ വേസ്റ്റുകൾ പുറന്തള്ളപ്പെടുന്നു. ഇപ്പോൾ ഈ നമ്മുടെ വലിയ വലിയ ഫാക്ടറികളിലുള്ള അല്ലെ മലിനജലമൊക്കെ പല ജലാശയങ്ങളിലേക്കും ഒഴുക്കി വിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ പത്രങ്ങളിൽ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാണ് നമ്മളുടെ ജലാശയങ്ങളൊക്കെ മലിനമായി കൊണ്ടിരിക്കുന്ന കാഴ്ച അല്ലെ. വായു മലിനീകരണം എന്താ പറയുക വാഹനങ്ങളുടെ അല്ലെ ഫാക്ടറികളുടെ ഒക്കെ പുക എന്ത് ചെയ്യുന്നു വായുവിനെ മലിനമാക്കുന്നു അല്ലെ. അധികമായിട്ട് എന്ത് ചെയ്യാണ് പ്രകൃതിയിലുള്ള വിഭവങ്ങൾ ഇപ്പം മണൽ വാരിയും അതേപോലെ കല്ലും ഒക്കെ അല്ലേ എന്താ പറയുക പ്രകൃതിയിൽ നിന്ന് അല്ലേ നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് എല്ലാവർക്കും ആവശ്യത്തിന് ഉപയോഗിച്ച് ജീവിക്കാനുള്ള അവസ്ഥയൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ആരുടെയും എന്താണ് അത്യാഗ്രഹം തീർക്കാനുള്ള കാര്യങ്ങൾ പ്രകൃതിയിൽ ഇല്ലാന്നേ ഉള്ളൂ അല്ലേ. അപ്പം അങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്യാണ് കൊള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി വിഭവങ്ങളെ അല്ലേ. പിന്നെ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കപ്പെടുന്നു. കാടുകൾ നശിക്കുന്നതോടെ വന്യമൃഗങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന നാട്ടിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ. അതേപോലെ നഗരവൽക്കരണവും കെട്ടിട നിർമ്മാണമൊക്കെ എന്താണ് പ്രകൃതിദത്ത പ്രദേശങ്ങളെ അല്ലെ കെട്ടിടങ്ങൾ നിറഞ്ഞിരിക്കുന്ന പ്രദേശമാക്കി മാറ്റുന്നു അല്ലെ. ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ വയലുകളൊക്കെ എന്താണ് നിരത്തപ്പെടുകയാണ്. അപ്പൊ ഈ ചെറിയൊരു മഴ പെയ്താൽ തന്നെ നമ്മുടെ ടൗണുകളിലൊക്കെ വെള്ളം കയറുകയാണ്. കാരണം ഈ വെള്ളത്തിന് ഒഴുകി പോകാനുള്ള ഇടങ്ങളൊന്നുമില്ല. അതൊക്കെ മണ്ണിട്ട് എന്ത് ചെയ്തിരിക്കുന്നു നികത്തി അവിടെയൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളാക്കപ്പെടുകയാണ്. ഇപ്പോൾ കുളങ്ങളൊക്കെ വറ്റിക്കപ്പെടുന്നു. അതൊക്കെ എന്താണ് മൂടപ്പെടുകയാണ്. കുന്നുകളൊക്കെ ഇടിച്ച് നിരപ്പാക്കുന്നു. പാറകളൊക്കെ പൊട്ടിച്ച് അല്ലേ അതൊക്കെ എല്ലാം മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കപ്പെട്ട് എല്ലാം എന്ത് ചെയ്യാണ് പുതിയ കാലത്ത് എല്ലാം നശിപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ച അല്ലെ. ദയനീയമായ സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ പ്രകൃതിയിൽ കാണുന്നതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രകൃതിയിലെ അല്ലെ പ്രകൃതിയെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ 3 പാഠഭാഗങ്ങളിലൂടെയും അല്ലെ പ്രധാനമായിട്ടും പ്രകൃതിയാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ പ്രവേശകവും തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ യൂണിറ്റിനും എന്താണ് ഒരു പ്രവേശകം ഉണ്ടാവില്ലേ. അപ്പോൾ പലപ്പോഴും അത് കഥയായിരിക്കും, ചിലപ്പോൾ കവിതയായിരിക്കാം അല്ലെ, അങ്ങനെ പലതും നമുക്ക് തരും. അപ്പൊ ഇന്ന് നമ്മളുടെ ഈ ഒരു ആദ്യത്തെ യൂണിറ്റിന്റെ പ്രവേശകമായിട്ട് നമുക്ക് പഠിക്കാനുള്ള എന്താണ് 2 ചിത്രങ്ങളാണ്. ഇതിനു മുമ്പ് നിങ്ങൾ ചിത്രങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ചിത്രങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അപ്പൊ പ്രവേശകം ചോദ്യമാണെന്ന് ടീച്ചർ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അല്ലെ നമ്മൾ പല തരത്തിലുള്ള പ്രകൃതി പ്രശ്നങ്ങളെ കുറിച്ച് അല്ലെ വനനശീകരണം കണ്ടു, കുന്നും പാറകളും ഒക്കെ തകർത്ത് ഖനനം നടത്തുന്ന രീതി ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നദികളും കായലുകളും ജലാശയങ്ങളൊക്കെ മണ്ണിട്ട് നികത്തുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫാക്ടറികളിലെ മാലിന്യങ്ങൾ ഒക്കെ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. വായു മലിനീകരണത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ. പ്രകൃതിയിലുള്ള വിഭവങ്ങൾ ജലാവട്ടെ കല്ലാവട്ടെ മണലാവട്ടെ ഇതൊക്കെ അല്ലെ നശിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞു. കാട് നശിപ്പിക്കപ്പെടുന്നു, ആവാസ വ്യവസ്ഥ അല്ലെ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞു. നഗരവൽക്കരണവും കെട്ടിട നിർമ്മാണം ഇങ്ങനെ പ്രകൃതി അല്ലെ നേരിടുന്ന വെല്ലുവിളികളെയും പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? പ്രവേശകത്തിലേക്കാണ്. പ്രവേശകമായി തന്നിരിക്കുന്നത് എന്താ നോക്കൂ നിങ്ങൾ, 2 ചിത്രങ്ങളാണ് കേട്ടോ. 2 ചിത്രങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആദ്യത്തെ ചിത്രം നോക്കൂ നിങ്ങൾ, മുരളി നാഗപ്പുഴ വരച്ചിരിക്കുന്ന ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം ബി ഷിബു വരച്ചിരിക്കുന്ന ചിത്രമാണ് കേട്ടോ. അപ്പൊ അതിന്റെ താഴെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടാവും അല്ലെ, ഓൾറെഡി സ്കൂളിലൊക്കെ എടുത്ത ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ കമന്റ് ചെയ്യണേ. ഈ ചിത്രങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ എന്താണ് ഈ ചിത്രങ്ങൾ നമ്മളോട് പറയുന്നേന്ന് നോക്കിയാൽ അല്ലേ. നമുക്ക് ആദ്യത്തെ ചിത്രം ഒന്ന് നോക്കിയാലോ. ചിത്രം 1 എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നതെന്ന് നോക്കൂ. ഭയങ്കര രസമുള്ള ഒരു ചിത്രമാണ് അല്ലെ. കണ്ണിന് കുളിർമ നൽകുന്ന ഒരു ചിത്രമല്ലേ അത് അല്ലെ. കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കാണുകയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഹരിതാപവും പച്ചപ്പും അല്ലെ പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്കല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ടൂറൊക്കെ പോകാൻ ഇഷ്ടപ്പെടുക അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ചിത്രമാണിത്. നോക്കൂ നിങ്ങൾ എന്തൊക്കെയാ ചിത്രത്തിലുള്ളേ നോക്കൂ. നിറയെ പൂക്കളുണ്ട് അല്ലെ, കനികൾ അല്ലെ, അതിന്റെ ഫലങ്ങളുണ്ട്. അതേപോലെ ചിത്രശലഭങ്ങളെ കാണാം, കളിക്കുന്ന കുട്ടികളെ കാണാം, ഒരു മാലാഖയെ കാണാം അല്ലെ, പൂമ്പാറ്റകളുണ്ട്, നമ്മൾ പറഞ്ഞു തോന്നും അല്ലെ, മരമുണ്ട്, പച്ചപ്പുണ്ട്, ഒരു മയിലിനെ കാണാം അല്ലെ. അങ്ങനെ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഭയങ്കര അല്ലെ രസമുള്ള ഒരു ചിത്രമാണ് അല്ലെ. അപ്പൊ മനസ്സിന് കുളിർമ നൽകുന്ന പച്ചപ്പും ഹരിതാവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ് നമ്മുടെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത്. നോക്കൂ നമ്മുടെ രണ്ടാമത്തെ ചിത്രം എന്താണ്? രണ്ടാമത്തെ
രണ്ടാമത്തെ നോക്കൂ, CD ഷിബു ആണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് നോക്കൂ നിങ്ങൾ. എന്തൊക്കെ കാര്യങ്ങൾ കാണാം? രണ്ട് അവശരായ മനുഷ്യരാണ് അല്ലെ. അവരിങ്ങനെ വേച്ച് നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വിണ്ട് കീറിയ പ്രകൃതിയാണ് അല്ലെ. നിറയെ പച്ചപ്പും മരങ്ങളും പൂക്കളും അല്ലെ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഓടി കളിച്ചിരുന്ന അല്ലെങ്കിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്ന ഒരിടം ഇപ്പൊ എന്തായി തീരുകയാണ്? വറ്റി വരണ്ട് അല്ലെ. ആ ഭൂപ്രദേശം നിങ്ങൾ കാണുന്നില്ലേ? ആകെ വറ്റി വരണ്ട് നമുക്ക് തന്നെ സങ്കടം തോന്നുകയാണ്. ദയനീയരായിട്ടുള്ള രണ്ട് മനുഷ്യരാണ്. അവരെന്താ തൂക്കി പിടിച്ചോണ്ട് പോകുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ് അവർ തൂക്കി പിടിച്ചോണ്ട് പോകുന്നത്? ഒരു തുള്ളി വെള്ളമാണ് അല്ലേ. ഒരു തുള്ളി വെള്ളമാണ് അവർ കൊണ്ടുപോകുന്നത്. നോക്കൂ അല്ലെ. പച്ചപ്പിന്റെ അടയാളമായിട്ട് ഒരു പുൽനാമ്പ് പോലും നമ്മൾ അവിടെ കാണുന്നല്ലേ ഇല്ല അല്ലെ. അപ്പോൾ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാവാം ഇതേപോലെ ആയിട്ടുണ്ടാവുക. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഉള്ളൊരു പ്രദേശമായിരിക്കണം എന്ത് ചെയ്തിരിക്കുക, ഇതേപോലെ വറ്റി വരണ്ട് ശോഷിച്ചു പോയിട്ടുണ്ടാവുന്നത് അല്ലെ. അപ്പോൾ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നതിനനുസരിച്ച് അല്ലെ കാലം തെറ്റിയ മഴയും വരൾച്ചയും ഒക്കെ ആയിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ്. നോക്കൂ, ഒരു തുള്ളി വെള്ളമാണ് ഈ മനുഷ്യർ. അപ്പോൾ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ പ്രകൃതിയെ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും നമുക്ക് ഭാവിയിൽ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് ഈ ചിത്രത്തിലൂടെ കാണുന്നത് അല്ലേ. അപ്പോൾ മനോഹരമായ പ്രദേശത്തെ മരുഭൂമിയാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളൊരു താക്കീത് കൂടെയാണ് അല്ലേ. ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം വേറെ ആരും എടുക്കില്ല, നമ്മൾ തന്നെയാണ് അത് ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ചിന്ത കൂടെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ രണ്ട് ചിത്രങ്ങളും നമുക്ക് നൽകുന്നത് അല്ലെ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള രണ്ട് ചിത്രങ്ങളാണ് നമ്മുടെ ആദ്യത്തെ അല്ലെ കനിവും കരുതലും എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ യൂണിറ്റിന്റെ പ്രവേശകമായി നമുക്ക് തന്നിട്ടുള്ളത്. രണ്ട് ചിത്രങ്ങളെയും കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. എന്താണ് യൂണിറ്റ് നമ്മളോട് ചർച്ച ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ആദ്യത്തെ പാഠഭാഗം പഠിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? അടിപൊളിയായിട്ട് മനസ്സിലായോ? ഓക്കെ ആണോ? നിങ്ങൾ ഹാപ്പി ആണോ? യെസ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാവരോടും കാണാൻ പറയണം. ഇനിയും ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലേ നമ്മളുടെ ബാച്ച് 8ാം ക്ലാസ്സിലേക്കുള്ള ബാച്ച് അല്ലേ പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുക്കാൻ പറയണം. ക്ലാസ്സുകളൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? തുടക്കം മുതലേ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അടുത്ത വർഷമൊക്കെ അല്ലേ നല്ല മാർക്കൊക്കെ കിട്ടിയാലേ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്കൊക്കെ പാസ്സാവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഈ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നൊക്കെ തന്നെയാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ലേ. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. അപ്പോൾ 8, 9 ക്ലിയറായി പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് നല്ല മാർക്കൊക്കെ വാങ്ങാൻ പറ്റൂ 10ാം ക്ലാസ്സിൽ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ വേഗം തന്നെ അഡ്മിഷൻ എടുക്കാത്ത ആളുകളൊക്കെ അഡ്മിഷൻ എടുക്കുക. ഈ ഒരു വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാവരും സൂപ്പറായിട്ടിരിക്കുക കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.